ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ഷിഷ്. അപ്പോൾ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വ്ളോഗായിട്ട് വരുന്നത്. ഇത് മെക്സിക്കൻ വിശേഷങ്ങൾ തന്നെയാണ്, ബാക്കിയുള്ള വ്ളോഗാണ്. കുറച്ച് തിരക്കും പിന്നെ ഹെൽത്ത് ഇഷ്യൂസും പിന്നെ ഒരു കുട്ടി ട്രിപ്പൊക്കെ പോയി വീണ്ടും തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് ബാലൻസ് വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞത്, ടൈം ഉണ്ടായിരുന്നില്ല തീരെ. അപ്പോൾ ഇത് വ്ളോഗ് 2 ആണ്. ലൈക്ക് നമ്മളവിടെ ചെന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് മെക്സിക്കോലത്തെ. അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ ഒന്ന് റെഡിയായി, കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീച്ചത്. എന്നിട്ട് പയ്യെ പോയി ബൊഫേ ചെയ്യുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു എന്തൊക്കെയായിരുന്നു ഫുഡ് ഐറ്റംസ് ഒന്ന് കാണിച്ചത്. അപ്പോൾ മെയിൻലി മെക്സിക്കൻ ഡിഷസ് ഒരുപാടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ഒരുപാടുണ്ട്. പിന്നെയുള്ള ഇത് അമേരിക്കൻ കുറച്ച് ഓപ്ഷൻസ് ആയിരുന്നു. കാരണം കൂടുതലും നമ്മൾ ടൂറിസ്റ്റ് വരുന്നത് അമേരിക്കൻസ് ആണ്. അപ്പൊ പിന്നെ അവർക്ക് എല്ലാ ഭക്ഷണവും ചിലപ്പോൾ മെക്സിക്കൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം എല്ലാവർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഫുഡ് ഐറ്റംസും ഒരുപാട് ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട്. കാരണം ഒത്തിരി ചൂടാണ്, നല്ല ചൂടുണ്ട്, നാട്ടിലെ പോലെ തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടെ കടലേരിയ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നല്ല വാട്ടറി കണ്ടന്റ് ഉള്ള സാധനങ്ങളാണ് വെച്ചിരുന്നത്. അങ്ങനെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പുറത്ത് അവിടെ ബീച്ചിൻ്റെ സൈഡിൽ പോയിട്ട് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നല്ല ചൂടാണ്, പുറത്ത് കറങ്ങി നടക്കാനേ പറ്റില്ല. പിന്നെ എനിക്ക് കയ്യിൽ കുറച്ച് സൺ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട്. അത് കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ അധികം എക്സ്പോസ്ഡ് ആയിട്ട് വെയിലത്ത് പോകാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു അകത്ത് ഇപ്പം നമുക്ക് ഇങ്ങനെ ബാൽക്കണി ഇരിക്കാം, നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. നല്ല ചൂടാണെങ്കിൽ അതിനനുസരിച്ച് കാറ്റും ഉണ്ട്. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ബാൽക്കണിയിലിരുന്ന് ബീച്ചും പൂളൊക്കെ കാണാം. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ നമ്മളൊരു വെയിലൊന്ന് ആറി ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പൂളിലോട്ടൊക്കെ പോവാന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ പൂളിലേക്ക് പോകാനുള്ളൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തായിരുന്നു. പക്ഷെ അതൊന്നും നടപടിയായില്ല. എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഒരു ഡേ നമ്മൾ റിസോർട്ടിലും പൂളും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോകാമെന്നാണ് വെച്ചാൽ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട്. നമുക്ക് അതാണല്ലോ വേണ്ടത്. നമ്മുടെ നിത്യ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് റിലാക്സേഷനൊക്കെ ആയിട്ടാണല്ലോ വെക്കേഷൻ വരുന്നത്. അങ്ങനെ ഞങ്ങൾ പൂൾ സൈഡിലോട്ട് പോയപ്പോഴാണ് അവിടെ ഇത്ര റിലാക്സിങ് ആണെന്ന് മനസ്സിലാവുന്നത്. കാരണം ഞാൻ ഇതിന് മുന്നേ നോക്കുമ്പം ഫോറിനേഴ്സ് അവിടെയൊക്കെ എടുക്കുന്നുണ്ട്, ഒത്തിരി എക്സ്പോസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ചൂട്ടിൽ എങ്ങനെ അവർക്ക് എടുക്കുന്നത്, ചൂടെടുക്കില്ലേ എന്ന്. പക്ഷെ അവിടെ പോയി കിടന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഭയങ്കര റിലാക്സിങ് ആണ് ആ ചെയേഴ്സ്. പിന്നെ നല്ല കാറ്റും എന്താണെന്നല്ല, ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര കാമിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ വേറെ കുറച്ച് സ്നാക്സാണ് കഴിച്ചത്. ഉച്ചയ്ക്ക് നമ്മളിന്ന് ലഞ്ചൊന്നും സ്കിപ്പാക്കി സ്നാക്സ് കഴിക്കാമെന്ന് വെച്ചു. പിന്നെ അങ്ങനെ കുറച്ച് നേരം പൂളിലൊക്കെ കളിച്ചു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിന്ന് അങ്ങനെ പയ്യെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആകെ നനഞ്ഞ് ഇതായിട്ടാണ് നിൽക്കുന്നത്. അപ്പം പിന്നെ വേഗം റൂമിൽ പോയി ചേഞ്ച് ആക്കാം, പിന്നെ നമുക്കിനി ഡിന്നറിന് വരാം എന്ന് വിചാരിച്ചു. പിന്നെ ഇനി നമുക്ക് നാളെ നേരത്തെ പോകണം. നാളെ നമ്മൾ ചിച്ചൻ ഇറ്റ്സ കാണാൻ പോകുന്ന ഡേ ആണ്. അപ്പം അതിൻ്റെ വ്ളോഗായിട്ട് ഞാൻ നാളെ വേറെ വ്ളോഗ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഫസ്റ്റ് ഡേ ഓഫ് മെക്സിക്കോ, ഫസ്റ്റ് അല്ല സെക്കൻഡ് ഡേ ഓഫ് മെക്സിക്കോ. അപ്പോൾ സ്റ്റേ ട്യൂൺ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, സമാധാനമായിട്ടിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.